നേരത്തെ റഷ്യ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങിയിരുന്നുവെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് ബ്രഹ്മോസ് ഉപയോഗിച്ച് നിരവധി നേട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നുവെന്നും റാണെ ഒരു അഭിമുഖത്തിൽ ദ വീക്കിനോട് വ്യക്തമാക്കി. ഉക്രൈനിലെ നിലവിലെ യുദ്ധത്തെ പരാമർശിച്ച അദ്ദേഹം ഉക്രൈനിയൻ കരലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ബ്രഹ്മോസ് മിസൈൽ ഗണ്യമായി സഹായിക്കുമായിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. യൂറോപ്പിലെ നിലവിലെ സാഹചര്യം അവസാനിച്ചതിന് ശേഷം റഷ്യയിൽ നിന്നും ഞങ്ങൾക്ക് കുറച്ച് ഓർഡറുകൾ ലഭിച്ചേക്കാമെന്നും പ്രത്യേകിച്ച് അവ എയർ ലോഞ്ച്ഡ് ബ്രഹ്മോസ് മിസൈലുകൾക്കുള്ള ഓർഡർ ആയിരിക്കുമെന്നും റാണെ കൂട്ടിച്ചേർക്കുന്നു. റഷ്യൻ സൈന്യത്തിൽ നിന്നും ബ്രഹ്മോസിൽ താൽപര്യമുണ്ടെന്നുള്ള സൂചനകളോ അതിന്റെ വ്യവസായത്തിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണമോ ഉണ്ടായിട്ടില്ലെങ്കിലും റാണെ മോസ്കോയിൽ നിന്നും ബ്രഹ്മോസിന്റെ സാധ്യതയുള്ള ഓർഡറുകൾ ലഭിക്കുമെന്ന് അവകാശപ്പെടുന്നു. അതായത് ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇക്കാര്യത്തിൽ അർദ്ധ ഔപചാരിക ചർച്ചകളെങ്കിലും റഷ്യയുമായി നടത്തിയിട്ടുണ്ടെന്നും റാണയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു. റഷ്യ ബ്രഹ്മോസ് വാങ്ങാത്തതിന്റെ ഒരു പ്രധാന കാരണം റഷ്യയുടെ കൈവശം P-800 ഓണിക്സ് മിസൈൽ ഉണ്ട് എന്നതായിരുന്നു. എന്നാൽ റഷ്യൻ മിസൈലുകൾ നിലവിലെ സംഘർഷത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ റഷ്യയ്ക്ക് ഗുണങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു.